ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, വലിയ നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. ഇന്ന് 40-ാം വെള്ളിയാഴ്ചയാണ്. 40-ാം വെള്ളിയാഴ്ചയായ ഇന്ന് ലാസറിനെ ഉയർപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് സഭ നമുക്ക് ധ്യാനിക്കാനായി നൽകിയിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം നമ്മൾ കാണുക. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം ഒരു നാടകീയമായ രീതിയിലാണ് യോഹന്നാൻ സുവിശേഷകൻ അവിടെ അവതരിപ്പിക്കുന്നത്. ബഥാനിയയിൽ മർത്തായുടെയും മറിയത്തിൻ്റെയും സഹോദരനായ ലാസർ മരിച്ചു കഴിഞ്ഞ് 4-ാം ദിവസമാണ് ഈശോ അവിടെ എത്തുക. കർത്താവ് ലാസറിൻ്റെ മരണത്തിൽ വിലപിക്കുകയാണ്. ഈ 40-ാം വെള്ളിയാഴ്ച നമ്മൾ ഈശോയുടെ വിലാപമാണ് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. അവിടുത്തെ കരച്ചിലാണ് നാം കാണുവാൻ പോകുന്നത്. കാരണം ലാസറിനെ ഉയർപ്പിക്കാൻ വരുന്ന ആ രംഗത്തിൽ 3 തവണ ഈശോ അസ്വസ്ഥനാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അസ്വസ്ഥനായി നെടുവീർപ്പിട്ടുകൊണ്ട് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് അവനെ സംസ്കരിച്ചിരിക്കുന്നതെന്ന്. വീണ്ടും കല്ലറയെങ്കിൽ അടുത്തെത്തിയപ്പോൾ തന്നെ ഈശോ നെടുവീർപ്പിട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അവൻ എവിടെയാണ്. മർത്തായുടെയും മറിയത്തിൻ്റെയും വിഷമത്തിൽ, വേദനയിൽ കർത്താവ് ദുഃഖിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യകുലത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈശോയുടെ കരച്ചിൽ അത് വെറും ഒരു കരച്ചിലായിരുന്നില്ല, മറിച്ച് മനുഷ്യൻ്റെ സഹനത്തിൽ, അവൻ്റെ വേദനയിൽ ദൈവവും കരയുന്നു, ദൈവവും വേദനിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതോടൊപ്പം മറ്റൊരു സംഭവം കൂടി നമുക്ക് നോക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നയീം എന്ന പട്ടണത്തിൽ ഒരു വിധവയുടെ മകനെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഈശോ വിലപിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആ ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് കരയേണ്ട എന്ന് ആ വിധവയോട് ഈശോ പറയുകയാണ്. ഇപ്രകാരം മനുഷ്യൻ്റെ മരണത്തിലും വേദനയിലും ദുഃഖിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും എന്തുമാത്രം സ്നേഹം ദൈവം നമ്മോട് കാണിക്കുന്നുണ്ട് എന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലാസറിനെ ഉയർപ്പിക്കുന്ന ആ രംഗത്തിൽ, ആ മരണത്തിൻ്റെ സമയത്ത് ഈശോ അവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബത്തിന് ആശ്വാസമാണ്. അതിലുപരിയായിട്ട് താൻ സ്വീകരിക്കാൻ പോകുന്ന മരണത്തിൻ്റെ മുന്നോടിയായിട്ടാണ് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുക. ലാസറിനെ ഉയർപ്പിക്കുന്ന വഴിയായിട്ട് തൻ്റെ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് ജനങ്ങളെ ഇതിലൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ലാസറിൻ്റെ മരണത്തിൽ ദുഃഖിക്കുന്ന ഈശോയെ നമ്മൾ കാണുമ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഗെത്സമേൻ തോട്ടത്തിൽ കർത്താവ് നെടുവീർപ്പിട്ടുകൊണ്ട് മരണത്തിന് വേണ്ടി തയ്യാറാകുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അവിടെ തീവ്ര വേദനയിൽ മുഴുകി ഈശോ പ്രാർത്ഥിക്കുകയാണ്. മരണത്തെ താൻ സ്വീകരിക്കുന്നു, അതിനായിട്ട് താൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ലാസറിനെ ഉയർപ്പിക്കുന്ന വഴിയായിട്ട് നമ്മളും ഇപ്രകാരം എന്തുമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്. സാക്രിഫൈസിങ് വൺ സെൽഫ് ഫോർ അതർ ഈസ് എ അൾട്ടിമേറ്റ് സൈൻ ഓഫ് ലവ്. അതാണ് ഈശോയെ നമുക്ക് കാണുക. ഇന്ന് 40-ാം വെള്ളിയാഴ്ച നമുക്ക് ഈ ലാസറിന്റെ മരണത്തെക്കുറിച്ചും ഈശോയുടെ മരണത്തെക്കുറിച്ചും ചിന്തിക്കുവാനായിട്ട് സമയം നൽകുമ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, പ്രലോഭനത്തിന്റെയും പാപത്തിന്റെയും മേലുള്ള ഈശോയുടെ വിജയം. അത് നമ്മെയും അവിടുന്ന് ആഹ്വാനം ചെയ്യുന്നു. ഒരു ആത്മീയ വിജയമാണ് നാം 40-ാം വെള്ളിയാഴ്ച ആഘോഷിക്കുന്നത്, പാപത്തിന്റെയും മരണത്തിന്റെയും മേലുള്ള വിജയം. രണ്ടാമതായിട്ട് കർത്താവിന്റെ മരണത്തിനായിട്ട് നമ്മളെ ധ്യാനിക്കുവാനായിട്ട് ക്ഷണിക്കുകയാണ്. കാരണം വലിയ ആഴ്ചയിലെ സംഭവങ്ങൾ ധ്യാനിക്കുവാനുള്ള ഒരു പാലമായിട്ടാണ് ഈ 40-ാം വെള്ളിയാഴ്ച നാം കാണുക. അവസാനമായിട്ട് നിത്യജീവൻ നൽകുവാനായിട്ട് നമുക്ക് വേണ്ടി മരണം വരിച്ച ഈശോടൊപ്പം നമുക്കും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ? നമ്മോടും ഇന്ന് ഈ 40-ാം വെള്ളിയാഴ്ച ഈശോ ഇത് തന്നെ പറയുകയാണ്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ പീഡാനുഭവ ആഴ്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.